ചോദ്യം ചെയ്യാനാ? അവരെവിടുന്ന് പിടിച്ചു വിടണം, അത് തന്നെ. ഇല്ലാത്ത പൈസ മുടക്കി എന്റെ കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്ന കൊച്ചിന് കുറച്ച് മാനേഴ്സ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച. വെയിറ്റ്, ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം. നിങ്ങളൊന്ന് സംസാരിക്കാതിരിക്ക. അനിലേ, അനിലേ, എന്തൊരു മാഡം? നിങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാഡം, ഞാൻ കുട്ടികളേക്ക് എന്റെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കണത്. ബസ്സിൽ കയറ്റണത് ഇറക്കണൊക്കെ സൂക്ഷിച്ചാണ്. ഇവിടെ വന്നാലും ഞാൻ പൊന്നു പോലെയാണ് മക്കളെ നോക്കണത്. അതല്ല അനില, നിങ്ങൾ ഭയങ്കര നാറ്റം എന്നാണ് ഇവിടെ കംപ്ലൈന്റ് ഇട്ടിരിക്കുന്നത്. അയ്യോ മാഡം, ഞാൻ 2 നേരം കുളിക്കും. കഴുകി ഡ്രസ്സ് അല്ലാതെ ഞാൻ ഒന്നും വിടാറുമില്ല. അങ്ങനത്തെ നാറ്റമല്ല, ഇവരൊക്കെ SC അല്ലേ, അതിന്റെയൊക്കെ ഒരു കുറെ നാറ്റം അവർക്കൊക്കെ ഉണ്ട്. ഈ ഒരു പാരന്റ് മാത്രമല്ല അനില, ഒരുപാട് പാരന്റ് ഇതുപോലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ തീരുമാനം അനില ഇനി ഇവിടെ വേണ്ടെന്നാണ്. സോറി അനില. മാഡം എന്നെ ജോലി പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ ഈ ജോലി തുടരൂല. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ജാതിയിൽ എത്ര അധിക്ഷേപിച്ചത്. എനിക്കും എന്റെ ജാതിക്കുമല്ല നാറ്റം, നിങ്ങളുടെയൊക്കെ മനസ്സിലാണ്. ഇനി ഈ ജോലിയിൽ ഞാൻ തുടരൂല മാഡം. നില്ല്, ഞാൻ പറയണ കേൾക്കുന്നേ. ഞാൻ പറയണൊക്കെ ചെയ്താ മതി. ആ ചേച്ചി ഫോണില് നിനക്കെല്ലാം അറിയണോ? ഞാൻ ആരെന്നല്ലേ ചോദിച്ചോളൂ. എന്റെ ഫോണിൽ ആരാണെങ്കിലും നിനക്കെന്ത്? ഓ, നിന്റെ അടുത്ത് ചോദിച്ച വലിയ കാര്യമായി പോയി. എന്തോന്ന് പിള്ളേരെ രാവിലെ ഇവിടെ ഓർക്ക് എഴിച്ച സമയം തൊട്ട് തുടങ്ങിയതാണ് രണ്ടും കൂടെ. മക്കളെ, അനീഷിന്റെ അമ്മ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് തോന ദിവസമൊന്നും ഇല്ലല്ല, നിന്റെ കുട്ടി ഏതാ വലിയ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ പോവാന്ന്. അവ ഇപ്പൊ വരും. ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത് എന്റെ മോളെ ഭാഗ്യമാണ്. ഹലോ, ഇത് തന്നെ പറ്റിയ സമയം. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. കണ്ട ആക്സിഡന്റ് മാത്രമേ തോന്നാവൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണം. നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എനിക്ക് അവനെങ്കിലും ഇഷ്ടമാണെങ്കിൽ കല്യാണം ഉറപ്പിക്കും മുമ്പേ പറയണമായിരുന്നു. ആ ചെറുക്കനെ നീ, ഓ എന്റെ ദൈവമേ, ആ തള്ളയ്ക്കും തന്തയ്ക്കൂടെ ഒറ്റ മോനാണ്ടേ. ആ ചെറുക്കനാണോ നീ കൊല്ലാൻ നോക്കിയത്? ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തരുടെ ജീവിക്കാൻ എനിക്ക് എന്റെ മുഖം പേടിയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇവിടെ ഇപ്പോൾ എന്തോന്നൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കാർ വന്ന ശേഷം വികസനങ്ങൾ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രിയദർശിനി ബസ്സുകളിൽ സൗജന്യമായി യാത്ര കൊടുക്കുന്നില്ലേ? ഫ്രീ എന്നും പറഞ്ഞിട്ട് അവറ്റകളെല്ലാം ബസ്സുകളിൽ തള്ളി കയറുന്നില്ലേ? അവറ്റകളുടെ മക്കളൊക്കെ പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലും. സാർ, അതിലൊരു തിരുത്തുണ്ട്. നമ്മളാരും സൗജന്യ യാത്ര ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങളാണ് ഞങ്ങൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തത്. അതെ, പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കുമാണ് ഫ്രീ സർവീസ് എന്ന് ആദ്യമേ പറയണമായിരുന്നു. പുരുഷന്മാർക്ക് കിട്ടാത്ത ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ആവശ്യമില്ല സാർ. ഇവിടെ വേണ്ടത് തുല്യതയാണ്. വീടിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയും അമ്മമാരെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോവുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ പുരുഷന്മാരെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാതുണ്ട്. അവർക്ക് വേണമായിരുന്നു നിങ്ങൾ ഈ സൗജന്യ യാത്ര കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾ എന്താ സ്വയപര്യാപ്തത നേടിയിട്ടില്ല എന്നാണോ നിങ്ങളെ വിചാരം? 10,000, 20,000, ലക്ഷങ്ങൾ വരെ നേടുന്ന സ്ത്രീകൾ ഇപ്പോഴും ഈ ലോകത്തുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഞങ്ങൾ ആരും ചോദിക്കാതെ ഇങ്ങോട്ട് ആനുകൂല്യം തന്നിട്ട് ഒരുമാതിരി ഞങ്ങൾ അധിക്ഷേപിക്കരുത് സാർ. നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളും ആനുകൂല്യങ്ങളും തന്നിട്ട് ഇതിപ്പോ മുഴുവൻ സ്ത്രീ സമൂഹത്തെ അടിച്ചാക്ഷേപിക്കുന്ന കണക്കായി പോയി നിങ്ങളുടെ ഈ പ്രസ്താവന.